ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഓട്ടട അഥവാ ഓട്ടപ്പം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമലി പച്ചരി കുതിർത്തിയിട്ടും അതുപോലെ തന്നെ പൊടി കലക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറല്ലേ. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഹസീനത്തെയാണ് കേട്ടോ. നമ്മുടെ റിലേറ്റീവും എൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓട്ടട തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഉണങ്ങല്ലി അരിയാണ് കേട്ടോ. നമ്മൾ നോർമലായിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു ഉണങ്ങലരി യൂസ് ചെയ്യാറുള്ളത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഈ ഒരു ഉണങ്ങലരി വെച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓട്ടട കഴിക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ 2 കപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളെ എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമുക്കിതൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വരാം. ഇപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് അതിന് നിറയെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മതി. രാത്രി വെച്ചിട്ട് രാവിലെ അരച്ചെടുക്കുക, അങ്ങനെ ചെയ്തെടുത്താലും മതിട്ട്, എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരി അരിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റൊക്കെ മുമ്പായിട്ട് കുറച്ച് അവലൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് അവലാട്ടോ എടുത്തിട്ടുള്ളത്. ഏത് അവലും വെച്ചും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മട്ടരിയുടെ അവലാണ് കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിന് ശേഷം വേണം നമ്മളിതൊന്ന് കുതിർത്തിയിട്ട് എടുക്കാനായിട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേന് ആ വെള്ളം മൊത്തമായിട്ട് അവലങ്ങ് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. മൊത്തമായിട്ട് അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്ക് നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടും ഉണ്ടാവേ. ഇപ്പോൾ ഞാൻ അരി ഒരു 4 മണിക്കൂറോളമൊക്കെ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈവനിങ്ങിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഇല്ലാണ്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അരിപ്പയിൽ കൂടി ഇട്ടിട്ട് അങ്ങനെ വെള്ളമൊന്നും കളഞ്ഞെടുക്കണമെന്നില്ല. ഇതുപോലെ നമ്മൾ ജസ്റ്റ് വെള്ളം ഊറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വാരിയിട്ട് അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അരി കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അവർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനല്ലേ, ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. തേങ്ങ കൂടുതലുണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എന്നുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ അരി എടുത്തിട്ടുള്ള ആ ഒരു സെയിം കപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കുന്ന ടൈമിൽ വീണ്ടും അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുക്കുന്ന ടൈമിൽ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കട്ടി കൂടുതലായി തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മിക്സി ഒന്ന് കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കലക്കി ഒഴിക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടലായിട്ട് ഞാനൊരു 2 കപ്പിൻ്റെ അടുത്ത് കണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോയാൽ നമുക്ക് വേവിച്ചെടുക്കുന്ന ടൈമിൽ വേവായിട്ട് കിട്ടൂല. അപ്പോൾ കുറച്ച് നമുക്ക് ഏകദേശം ഒരു ഓട്ടടയുടെ അളവ് ഇങ്ങനെ അറിയാമല്ലോ, ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് ആക്കിയെടുക്കാൻ. വല്ലാണ്ട് അങ്ങ് തിക്കാവാനും പാടില്ല, എന്നാലും വല്ലാണ്ട് അങ്ങ് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം, ഇതുപോലെ ഒരു മീഡിയം കട്ടിക്കാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. നന്നായിട്ട് ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ട് അതേപോലെ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ മാവ് വന്നിട്ടുള്ളത്. ഇത്രയും ലൂസായിട്ട് തന്നെ വേണേ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസ് വേണം, എന്നാലും കട്ടിക്ക് അങ്ങനെ തോന്നാനും പാടില്ല. ആ ഒരു രീതിക്ക് ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു ഓട്ടടൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നല്ല പോലെ ഇങ്ങനെ കയ്യിലേക്ക് ചൂട് ഇങ്ങനെ വരുന്ന ഒരു രീതിക്ക് ആവുമ്പോൾ നമുക്ക് മാവുന്ന ഒരു തവി എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. ഇനി സൈഡിൽ നിന്നൊക്കെ തന്നെ ഹോൾസ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് അടിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്ക് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. സെൻറ്ററൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഒന്നിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് വിരിച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങനെ പതുക്കെ അങ്ങ് വിരിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇതുപോലെ അങ്ങ് അടർന്ന് കിട്ടുമേ. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി പച്ചരി വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. ഇതുപോലെ ഒരു ഉണങ്ങലരി വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ. അപ്പോൾ അതാ ഓട്ടട എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഏത് കറി യൂസ് ചെയ്തിട്ടും കഴിക്കാം. ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ കറിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.